നമസ്കാരം. കപ്പലുകളെ വെടിവച്ചിട്ട് ഇറാൻ. ഇറാൻ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു. ഹോർമുസ് കടലിടുക്കിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇറാനെതിരെ രൂക്ഷമായിട്ടുള്ള താക്കീതുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾക്കായിട്ട് അമേരിക്കൻ പ്രതിനിധി സംഘം പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിലേക്ക് തിരിക്കാനിരിക്കുമ്പോഴാണ് ട്രംപിന്റെ ഈ അറിയിപ്പ്. മാത്രമല്ല, ഫ്രഞ്ച് കപ്പലിനും ബ്രിട്ടീഷ് ചരക്ക് കപ്പലിനും നേരെ ഇറാൻ വെടിവെപ്പ് നടത്തിയായിട്ടുള്ള ആരംഭിച്ചുകൊണ്ട് ട്രംപ് എത്തുമ്പോൾ ഇത് നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായിട്ടുള്ള നഗ്നമായിട്ടുള്ള ലംഘനമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണി വിചിത്രമാണ് എന്നും അമേരിക്കൻ ഉപരോധം മൂലം ആ വഴി ഇതിനോടകം തന്നെ അടഞ്ഞുകിടക്കുകയാണ് എന്നും ട്രംപ് പരിഹസിക്കുന്നു. കടലിടുക്ക് അടയുന്നതിലൂടെ ഇറാൻ പ്രതിദിനം ഏകദേശം $500 ദശലക്ഷം നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും ചർച്ചകൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഭയാനകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അത് നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുകയാണ്. ഇറാനിലെ ഓരോ പവർ പ്ലാന്റുകളും പാലങ്ങളും അമേരിക്ക തകർക്കുമെന്നും ഇനി അതിനകത്ത് വിട്ടുവീഴ്ചയില്ല എന്ന് കൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. കഴിഞ്ഞ 47 വർഷമായിട്ട് മുൻ പ്രസിഡന്റുമാർ ചെയ്യാൻ മടിച്ച കാര്യങ്ങൾ താൻ ചെയ്യുമെന്നും ഇറാന്റെ ഈ ആക്രമണ ശൈലി അവസാനിപ്പിക്കുവാൻ സമയമായുമെന്നൊക്കെ ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാകുമെന്ന് പറയുന്ന സ്ഥലത്താണ് ഇറാൻ കപ്പലുകളെ വെടിവെച്ചിട്ടത് എന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ ഇറാന്റെ കപ്പലുകൾ അത് അമേരിക്ക പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും ഇത്തരത്തിലുള്ള കരാറിന്റെ പൂർണ്ണമായിട്ടുള്ള ലംഘനം മൂലമാണ് എന്ന് പറഞ്ഞു വെക്കുവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലവിലുള്ള സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്നുള്ള ഇറാന്റെ ഭീഷണി സത്യത്തിൽ വിചിത്രമാണ് എന്ന് വാദിക്കുമ്പോഴും ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ചരക്ക് കപ്പൽ അമേരിക്കൻ നാവികസേന വെടിവെച്ച് പിടിച്ചെടുത്തതോടെ പശ്ചിമേഷ്യൻ സംഘർഷം സത്യത്തിൽ മൂർച്ഛിക്കുകയാണ്. 2 ആഴ്ചത്തെ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ കരാറിൽ നിലനിൽക്കെ അമേരിക്കൻ നാവികസേന നടത്തിയ നീക്കം സായുധ കവർച്ചയാണ് എന്ന് ഇറാൻ കുറ്റപ്പെടുത്തുകയാണ്. സംഭവത്തിന് വൈകാതെ തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ സൈനിക ആസ്ഥാനമായിട്ടുള്ള ഹസ്രത്ത് ഖാതം അൽ അൻബിയ പറയുകയും ചെയ്തു. അവരുടെ പ്രസ്താവനയിലൂടെയാണ് അത് അറിയിച്ചിരിക്കുന്നത്. തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന്. സംഭവത്തെ തുടർന്ന് അമേരിക്കയുമായിട്ട് നിശ്ചയിച്ചിരുന്ന 2ാം വട്ട സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒമാൻ ഉൾക്കടലിൽ വെച്ചാണ് ആക്രമണം നടന്നത് എന്ന് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ചരക്ക് കപ്പലിന് നേരെ വെടിയുതിർത്ത ശേഷം ഹെലികോപ്റ്ററുകൾ വഴിയാണ് അമേരിക്കൻ സൈന്യം കപ്പലിൽ ഇറങ്ങിയത് എന്നും വെടിനിർത്തൽ ലംഘിച്ചുള്ള ഈ പ്രകോപനത്തിന് ഇറാന്റെ സായുധ സേന തക്കതായിട്ടുള്ള മറുപടി നൽകുമെന്നും ഇറാൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ US നാവികസേന ശക്തമായുള്ള നിരീക്ഷണം തുടരുന്ന സാഹചര്യമാണ്. USS റഷ്മോർ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത കണക്കിലെടുത്ത മേഖലയിൽ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ പ്രക്ഷുബ്ധമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറാന്റെ പതാകയേന്തിയ തൂസ്ക എന്ന ചരക്ക് കപ്പലാണ്. ആ ചരക്ക് കപ്പൽ അമേരിക്കൻ ഡിസ്ട്രോയറുള്ള USS പ്രൂവൻസ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 6 മണിക്കൂർ നീണ്ട മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്ക് നാവികസേന വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് അമേരിക്കൻ മറീനുകൾ കപ്പലിൽ അതിക്രമിച്ചു കയറുകയും നിയന്ത്രണം അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കപ്പലിന്റെ ഗതാഗത സംവിധാനങ്ങൾ തകർത്തതായിട്ട് അതിനകത്ത് നിയന്ത്രണങ്ങൾ അവർ ഏറ്റെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമേരിക്കയുടേത് കടൽ കൊള്ളയ്ക്ക് തുല്യമായിട്ടുള്ള നടപടിയാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം പ്രതികരിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ബന്ദർ അബ്ബാസ് തുറമുഖത്തേക്ക് വരികയായിരുന്ന വാണിജ്യ കപ്പലിനെയാണ് ഈ അമേരിക്കൻ ഭീകരവാദികൾ ആക്രമിച്ചത് എന്ന് ഇറാന്റെ വാർത്താ ഏജൻസിയായിട്ടുള്ള തസ്നീം അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെയും ഒക്കെ ലംഘനമാണ് ഇതെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിനകത്തൊരു മറുപടി ഉണ്ടായില്ല. അതേസമയം അമേരിക്കൻ ഏർപ്പെടുത്തിയ ഉപരോധം അത് ലംഘിക്കാൻ ശ്രമിച്ചതിനാലാണ് കപ്പൽ പിടിച്ചെടുത്തതെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. എഞ്ചിൻ റൂമിൽ നിന്ന് മാറാൻ കപ്പൽ ജീവനക്കാർക്ക് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നതായിട്ടും ഇതിന്റെ വീഡിയോ അടക്കം പുറത്തുവിട്ടുകൊണ്ട് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ പാലിച്ചാണ് നടപടി സ്വീകരിച്ചത് എന്ന് വാഷിംഗ്ടൺ പറയുമ്പോഴും അതിനകത്ത് എവിടെയോ ചെറിയ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട് എന്നതാണ്. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ വഴി കപ്പൽ ആക്രമിച്ച വിവരം ആദ്യം സ്ഥിരീകരിക്കുന്നു. ഇസ്ലാമാബാദിൽ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾ തൊട്ടു മുമ്പ് ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ വന്നതെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പോൾ ഉപരോധം ലംഘിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ നൽകുമ്പോഴും അമേരിക്ക നൽകുന്ന സൂചന ഇറാനെ തകർക്കുമെന്നുള്ളതാണ്. സംഭവത്തെ തുടർന്ന് അമേരിക്കയുമായിട്ട് നിശ്ചയിച്ചിരുന്ന 2ാം വട്ട സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുകയും ചെയ്തു. വാഷിംഗ്ടന്റെ അമിതമായിട്ടുള്ള ആവശ്യങ്ങളും യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകളുമാണ് ചർച്ചകളിൽ നിന്ന്
വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ട് അങ്ങനെ ഒരു സമാധാന ചർച്ചയിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉപരോധം തുടരുന്നതും നിലപാടുകളുടെ വൈരുദ്ധ്യമൊക്കെ ചർച്ചകൾ അർത്ഥശൂന്യമാക്കുന്നു എന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് സമാധാന ചർച്ചകൾക്കായിട്ട് പാകിസ്ഥാനിലെത്താൻ ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ് സംഭവവികാസങ്ങൾ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ബുധനാഴ്ച അവസാനിക്കാൻ ഇരിക്കുന്ന വെടിനിർത്തൽ കരാർ ഇതോടുകൂടി ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നു. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ സൈനിക നടപടി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാം. മാത്രമല്ല ഇറാൻ വിദേശകാര്യമന്ത്രിയുള്ള അബ്ബാസ് അരഗ്ചി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുള്ള ഇഷാദ് ദാറുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ചർച്ചകളിൽ അമേരിക്ക പുലർത്തുന്ന ഇരട്ടത്താപ്പം, ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ ഉയർത്തുന്ന ഭീഷണികളും സമാധാനത്തോടുള്ള അവരുടെ ആത്മാർത്ഥത ഇല്ലായ്മയാണ് കാണിക്കുന്നത് എന്ന് അരഗാച്ചി പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കേണ്ടിയിരുന്ന ചർച്ചകളെയും ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ നടക്കുന്ന കാര്യം സംശയമാണ്. കാരണം ഈ നിലനിൽക്കപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാന കരാറുകൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള വെടിവെക്കൽ, കപ്പലുകളെ പിടിച്ചടക്കൽ, ഇതൊക്കെ കടൽക്കൊള്ള തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെയാണ് കപ്പലുകളെ ഇറാൻ അടക്കം വെടിവെച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നത്. ആ വെടിവെച്ചിടൽ എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന കരാറിന്റെ നഗ്നമായ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകൾ ഇല്ലാതാവുകയാണ്. രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ ഇല്ലാതായി മാറുകയാണ്. പകരം ആ സമാധാന ചർച്ചകൾക്ക് പകരം വീണ്ടും യുദ്ധത്തിന് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് ട്രംപും അരഗാച്ചിയും.